ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നന്ദമുറി ബാലകൃഷ്ണ അഖണ്ഡ 2-ൻ്റെ ട്രെയിലറുമായിട്ട് വന്നിട്ടുണ്ട്. ഡാക്കു മഹാരാജന് ശേഷം പുള്ളിയുടെ നെക്സ്റ്റ് ഫിലിമാണ്. കൺസിക്യൂട്ടീവായിട്ട് ഹിറ്റുകളാണ്. ശരിയാണ്, പുള്ളിയുടെ ഒരു ഡിഫറെൻറ്റ് ജോണറാണ് മൊത്തത്തിൽ. കോടാലി പടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അഖണ്ഡ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അപ്പോൾ നമുക്ക് അഖണ്ഡ 2-ൻ്റെ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മലയാളം ഇന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ മലയാളം ട്രെയിലർ കാണാം. റൈറ്റ്. കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവം വരുമെന്ന് കരുതുന്ന ജനങ്ങളെ ഇത് സെറ്റപ്പ് വേറെയാ. നമുക്ക് വിശ്വസിപ്പിക്കണം. ഭഗവത്ഗീത. അങ്ങനെ വിശ്വസിക്കുന്ന ദിവസം ഭാരതം എന്ന രാജ്യം തുണ്ടായി ചിതറിത്തെറിക്കും. ചൈനക്കാരാണ് വില്ലന്മാര്. തമന്റെ മ്യൂസിക്കാണ് മോനെ. ലാസ്റ്റ് ടൈം കുംഭമേളയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ തലകി. ആശാൻ വന്നല്ലോ. ഇതിനകത്ത് ഇപ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. സംയുക്ത മനസ്സിലായില്ല. സെന്റി. ഇത് ബജരംഗി ഭായ്ജാനിലെ ആ കുട്ടിയാണ് കേട്ടോ. ഇതാണ് ഇതിനെയാണ് രക്ഷിക്കുന്നത്. തമൻ മോനെ. തമൻ ഇപ്പൊ ഈയിടെ ആയിട്ട് അനിരുദ്ധിനേക്കാളും സൂപ്പറാണ് മ്യൂസിക്കൊക്കെ. അമ്മേ നരസിംഹൊക്കെ അതെന്തോ അത്. പക്ഷെ ഇതൊക്കെ തിയേറ്ററിൽ നല്ല ആ സൗണ്ടൊക്കെ വെച്ചിട്ട് വരുമ്പോ സൂപ്പറായിരിക്കും. കാരണം ചൈനക്കാര്, മന്ത്രവാദികൾ, കുറെ വില്ലന്മാരുണ്ട്. ഇതാണ് പഴയ ലുക്ക്. ഇതാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം. പഴയ അഖണ്ഡ ലുക്കായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട. ആ ഷോർട്ട് ഹെയറും വെച്ചിട്ട് അഖണ്ഡ 2 താണ്ഡവം. ശരിക്കും തമന്റെ താണ്ഡവമായിരിക്കും. ബോയപ്പട്ടി ശ്രീ. ഇല്ല. അയ്യോ, ഫൈറ്റൊക്കെ കുറച്ച്. താണ്ഡവം ഇൻ തിയേറ്റേഴ്സ് December 5. അഖണ്ഡ 2. Oh my god. എന്താ ഇത്? അഖണ്ഡ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇത് കുറച്ച് കംപ്ലീറ്റ്ലി ഓവർ ദ ടോപ്പ് ആവുമെന്ന് ചോദിച്ചാൽ പവേഴ്സൊക്കെ കുറച്ച് അധികം കുത്തി കയറ്റിയിട്ടുണ്ട്. എനിവേസ് അയ്യോ, പക്ഷെ ഹിറ്റാവുമായിരിക്കും, അതിൽ സംശയമൊന്നും വേണ്ട. അങ്ങേരെ പുള്ളി ഇപ്പം അഖണ്ഡ കഴിഞ്ഞ് പിന്നെ കൺസിക്യൂട്ടീവായിട്ട് ഹിറ്റുകൾ തന്നെയാണ്. നോക്കാം. അപ്പം നിങ്ങൾ ട്രെയിലർ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ആൻഡ് യെസ്, ഇത് NBKയുടെ സിനിമയാണ്. NBKയുടെ സിനിമ നമ്മളങ്ങനെ അതൊരു വേറെ ജോണറാണ്, അത്രേ ഉള്ളൂ. ട്രെയിലർ കണ്ടിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ബൈ.